അതിനു മുൻപ് ഈ 15-ാം അധ്യായം തുടങ്ങുന്നത് മറ്റൊരു ഉപമയിലാണ്. ആരെങ്കിലും പറയാമോ? വളരെ അകലമുള്ളതുകൊണ്ട് ചോദിക്കുന്നതാണ്. ഒന്ന് ആർക്കെങ്കിലും പറയാമോ? മറ്റൊരു ഉപമയിലാണ് ഈ 15-ാം അധ്യായം ലൂക്കായുടെ സുവിശേഷം ആരംഭിക്കുന്നത്. ഏത് ഉപമയാണ്? കാണാതായ നാണയമല്ല തുടക്കം. നമ്മളൊക്കെ മനസ്സിൽ അങ്ങനെയാണ് വിചാരിക്കുന്നത്. കാണാതായ ആടിൻ്റെ ഉപമയിലാണ് ഈ അധ്യായം ആരംഭിക്കുന്നത്. കാണാതായ ആടിൻ്റെ ഉപമയിൽ ആരംഭിക്കുന്നു. കാണാതായ നാണയം പിന്നീട് വരുന്നു. അതിനുശേഷമാണ് ധൂർത്തനായ പുത്രൻ്റെ ഈ കഥ പറഞ്ഞുകൊണ്ട് ഈ അധ്യായം അവസാനിക്കുന്നത്. ഇതിനെക്കുറിച്ച് പല പല വ്യാഖ്യാനങ്ങളുണ്ട്. നമ്മൾ ഈ നോമ്പുകാലത്തിനനുസൃതമായ ഒരു വ്യാഖ്യാനത്തിലേക്കാണ് നമ്മൾ കടന്നു വരുന്നത്. ശ്രദ്ധിക്കണം, ഈ കഥകളൊക്കെ എഴുതിയത്, കർത്താവ് പറഞ്ഞ ഈ ഉപമകളൊക്കെ രേഖപ്പെടുത്തിയിരിക്കുന്നത് ലൂക്കായാണ്. ലൂക്ക എന്ന് പറഞ്ഞത് ഒരു ഡോക്ടറാണ്. അതുകൊണ്ട് തന്നെ വളരെ നല്ല ഭാഷ, ഗ്രീക്ക് ഭാഷയിലാണ് കഥ പറയുന്നത്. ആ കഥ പറച്ചിൽ വളരെ മനോഹരമായി ചെയ്യാൻ അദ്ദേഹത്തിന് കഴിയുന്നത് അദ്ദേഹം വിദ്യാസമ്പന്നനാണ്. ഇന്നത്തെ കാലത്ത് നമ്മൾ പറഞ്ഞാൽ ഒരു ഡോക്ടറാണ്. വളരെ വിവേകവും വിദ്യാഭ്യാസവും വിവരവും ഒക്കെ ഉള്ള ആളാണെന്നാണ് വെപ്പ്. അപ്പം അതുകൊണ്ട് അങ്ങനെ വളരെ കൃത്യതയോടുകൂടി അദ്ദേഹം ഇത് രേഖപ്പെടുത്തി വെക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഗ്രീക്ക് ഫിലോസഫിയിൽ, ഗ്രീക്ക് തത്വശാസ്ത്രത്തിൽ ആദ്യം അചേതനമായൊരു വസ്തുവിനെ വെക്കണം, അതിനുശേഷം ജീവനുള്ളൊരു വസ്തുവിനെ വെക്കണം, അതിനുശേഷം ചൈതന്യമുള്ള മനുഷ്യനെ വെക്കണം. ഇതാണ് ക്രമം. അതുകൊണ്ടാണ് നമ്മൾ അറിയാതെ പെട്ടെന്ന് തന്നെ ലൂക്കായുടെ സുവിശേഷം 15-ാം അധ്യായം നമ്മൾ തുടങ്ങുന്നത് നാണയത്തിന്മേലാണ് എന്ന് പറയുന്നത്. യഥാർത്ഥത്തിൽ അത് ഈ ഓർഡർ തെറ്റിച്ചു വച്ചിരിക്കുന്നതിൻ്റെ കാരണം, ഇതൊക്കെ എഴുതുന്ന സമയത്ത് സഭ മെല്ലെ വളരാൻ തുടങ്ങുന്നു, ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ തുടങ്ങുന്നു. ആ ക്രിസ്തുവിനെ പ്രഘോഷിക്കുന്ന ഈ സമയത്ത് പത്രോസ് എന്ന് പറയുന്ന വ്യക്തി പ്രമുഖനായി മാറിയിരിക്കുന്നു. ആദ്യത്തെ പോപ്പായി, പരിശുദ്ധ ബാപ്പയായി നിൽക്കുകയാണ്. അദ്ദേഹമാണ് എല്ലാത്തിനെയും നിയന്ത്രിക്കുന്ന ആളായി, ഏറ്റവും പ്രമുഖനായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹവുമായി ബന്ധപ്പെട്ട രൂപകങ്ങൾ ചേർത്ത് വെക്കാവുന്ന ഈ കഥ 1-ാം സ്ഥാനത്ത് വരുന്നു. അത് ആട് ഇടയൻ. 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്നിനെ നഷ്ടപ്പെട്ടാൽ അതിനെ തേടിപ്പോകുന്ന, അതിനെ തേടി കണ്ടെത്തുമ്പോൾ അതുമായി തിരിച്ചെത്തുന്ന, സന്തോഷിക്കുന്ന, ആ സന്തോഷത്തിലേക്ക് മറ്റാളുകളെ കൂട്ടി വിളിക്കുന്ന ഒരിടയൻ്റെ രംഗം. ഇത് ഈ 2 കഥകളും പത്രോസിൻ്റെ ചെവിയിൽ പറയപ്പെട്ട കഥകളിൽ ഒന്നാണ്. ഇത് പറഞ്ഞിട്ട് അവനൊന്നും മനസ്സിലാകില്ല. എന്താണ് പത്രോസ് മനസ്സിലാകാതെ പോയത്? 100 ആടുകൾ ഉണ്ടായിരിക്കെ അതിലൊന്നിനെ നഷ്ടപ്പെട്ടാൽ തേടി വരുന്നൊരു ദൈവം തനിക്കുണ്ട് എന്ന് അവനോട് പറഞ്ഞു കൊടുത്തിട്ട് അവൻ മനസ്സിലാക്കാതിരിക്കവേ, അവൻ ഒരു രാത്രി, അവൻ്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു രാത്രിയിൽ, നമ്മൾ അനുസ്മരിക്കാൻ ധ്യാനിക്കാൻ പോകുന്ന പീഡാസഹന വഴിത്താരകളിൽ ആ രാത്രി അവനെ പിടിച്ചു കൊണ്ടുപോകുമ്പോൾ 100 ആടുകൾ ഉണ്ടായിരിക്കെ 99 കയ്യിലുണ്ടായിട്ടും ക്രിസ്തുവെന്ന കുഞ്ഞാടിനെ നഷ്ടപ്പെട്ടു പോയവനാണ് പത്രോസ്. 100 ആടുകൾ ഉണ്ടായിരിക്കെ ക്രിസ്തുവെന്ന കുഞ്ഞാടിനെ നഷ്ടപ്പെടുത്തിയ ആ രാത്രിയെക്കുറിച്ചാണ് നമ്മൾ ആദ്യമേ ധ്യാനിക്കുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മളൊക്കെ പള്ളിയിൽ പോകുന്നു, പ്രാർത്ഥിക്കുന്നു, നമ്മൾ നോമ്പ് നോക്കുന്നു. ഞാൻ ആദ്യമേ പറഞ്ഞതുപോലെ നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. കുമ്പസാരിക്കുന്നു, മറ്റുള്ളവരെ സഹായിക്കുവാൻ കിട്ടുന്ന അവസരങ്ങളൊക്കെ ചെയ്യുന്നു. ക്രിസ്തുവെന്ന കുഞ്ഞാട് നമ്മോടൊപ്പമുണ്ടോ? അത് നമ്മൾ നഷ്ടപ്പെടുത്തിയിട്ടുണ്ടോ? ഈ ചോദ്യം. അവൻ ആ രാത്രിയിൽ തന്നെ ഏറ്റവും പ്രിയപ്പെട്ടവരെന്ന്, ഞാൻ ആരൊക്കെ ഉപേക്ഷിച്ചാലും ഉപേക്ഷിക്കില്ല എന്ന് ചങ്കൂറ്റത്തോടെ പറഞ്ഞ ആ രാത്രിയിൽ 3 പ്രാവശ്യം തൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട കുഞ്ഞാടിനെ അവൻ തള്ളിപ്പറഞ്ഞു കഴിഞ്ഞു. ബാക്കിയെല്ലാം ഉണ്ട്, ക്രിസ്തു എന്ന കുഞ്ഞാട് അവന് നഷ്ടമാവുന്നു. നമ്മുടെ ജീവിതത്തിൽ
എന്താ കുറവുള്ളത് ദൈവം തരാത്തത്? എല്ലാം തരുന്നു. ഭാര്യ, ജീവിത പങ്കാളി, ഭർത്താവ്, മക്കൾ, സമ്പത്ത്, മറ്റെല്ലാ കാര്യങ്ങളും തരുന്നു. പക്ഷേ ക്രിസ്തുവെന്ന കുഞ്ഞാടിനെ എപ്പോഴെങ്കിലും നഷ്ടമായിട്ടുണ്ടോ? ഇതിനെ തിരയാനുള്ള സമയമാണ് നോമ്പുകാലം. മറ്റെന്തൊക്കെ ഉണ്ടായിക്കോട്ടെ, ഈ ക്രിസ്തുവെന്ന കുഞ്ഞാടിനെ നഷ്ടപ്പെടുത്തിയാൽ നിങ്ങൾക്ക് എന്തുണ്ടായിട്ടും ഒരു കാര്യമില്ല. കരമുയർത്തിയെന്ന് പറഞ്ഞ ഹല്ലേലൂയ, സ്വരമുയർത്തിയെന്ന് പറഞ്ഞ ഹല്ലേലൂയ, ശബ്ദമുയർത്തിയെന്ന് പറഞ്ഞ ഹല്ലേലൂയ. ഒരു നിമിഷം ആ ഉയർത്തിയ കരമൊന്ന് ചങ്കോട് ചേർത്ത് പിടിച്ച്, തമ്പുരാനെ, എൻ്റെ ജീവിതത്തിൽ നീ എന്ന കുഞ്ഞാടിനെ നഷ്ടപ്പെടുത്തിയ അവസരങ്ങളെ ഒന്ന് ഓർത്തേ. സാക്ഷ്യപ്പെടുത്തേണ്ട പല സമയങ്ങളിലും സാക്ഷ്യമല്ലാതായി പോയതിൻ്റെ നിമിഷങ്ങളെ സമർപ്പിച്ചേ. നമ്മൾ നല്ലൊരു കുമ്പസാരത്തിനായിട്ട് ഒരുങ്ങുകയാണ്. തിരിച്ചുവരവുകൾ നടത്തുവാൻ തമ്പുരാൻ നമ്മളെ ക്ഷണിക്കുന്ന അവസരത്തിൽ ഏറ്റവും മനോഹരമായ ഒരു കഥയിൽ, എത്ര ശക്തനായിരുന്നിട്ടും ആരൊക്കെ ഉപേക്ഷിച്ചാലും നിന്നെ ഞാൻ ഉപേക്ഷിക്കില്ല എന്ന് പറഞ്ഞവൻ ആ രാത്രി ഒരല്പം ചൂടിനു വേണ്ടി പ്രാണഭയം കൊണ്ട് ഒരു ദാസി പെണ്ണിന്റെ മുമ്പിൽ പോലും പറഞ്ഞു, എനിക്കവനെ അറിഞ്ഞുകൂടാ. എന്ത് സങ്കടകരമായ ഒരു രാത്രിയായിരുന്നു അത്. പൊന്നു തമ്പുരാനെ, അതുപോലുള്ള രാത്രികൾ ഞങ്ങളുടെ ജീവിതത്തിലുണ്ട്. എല്ലാം ഉണ്ടായിട്ടും ക്രിസ്തുവെന്ന കുഞ്ഞാടിനെ നഷ്ടപ്പെട്ടു പോകുന്ന ചില നേരങ്ങൾ, ചില അവസരങ്ങൾ സമർപ്പിക്കുകയാണ്. തിരിച്ചു വരുവാൻ ഒരു നോട്ടം, നിന്റെ ഒരു തിരിഞ്ഞു നോട്ടം അവനെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവന്നതുപോലെ ഞങ്ങൾക്കുള്ളതെല്ലാം നിൻ്റെതാണെന്ന് ഞങ്ങൾ കരുതുന്നു, തിരിച്ചറിയുന്നു. അതിനോടൊപ്പം ഏറ്റവും പ്രാധാന്യമുള്ള ക്രിസ്തുവെന്ന കുഞ്ഞാട് എൻ്റെ ആലയിലുണ്ടാകാൻ തമ്പുരാനെ എന്നോട് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. രണ്ടാമത്തെ ഉപമ നാണയത്തിൻ്റെ ഉപമയാണ്. 10 നാണയങ്ങൾ ഉണ്ടായിരിക്കെ അതിലൊന്ന് നഷ്ടപ്പെടുമ്പോൾ ആ നഷ്ടപ്പെട്ടു പോയ ഒരു നാണയത്തിന് വേണ്ടി അതിനേക്കാൾ വിലയുള്ള തിരികൊളുത്തി വെച്ച് അതിനെ കണ്ടെത്തുകയും തിരിച്ചു കിട്ടുമ്പോൾ അതിനുവേണ്ടി സന്തോഷപൂർവ്വം വിരുന്നൊരുക്കുകയും ചെയ്യുന്ന രണ്ടാമത്തെ ഉപമ ഒരു സ്ത്രീയെക്കുറിച്ചാണ് പറയുന്നത്. അതിനെക്കുറിച്ച് പറയുമ്പോൾ ബൈബിളിൻ്റെ സംസ്കാരം കൂടി നമ്മളൊന്ന് പഠിച്ചത് നല്ലതാണ്, ഒരു ബാക്ക്ഗ്രൗണ്ട് അറിയുന്നത് നല്ലതാണ്. ഈ യഹൂദ സംസ്കാരത്തിൽ വിവാഹം നടക്കുന്നത് രാത്രിയിലാണ്, വൈകുന്നേരങ്ങളിലാണ്. അങ്ങനെ വിവാഹം നടന്ന് വധുവും വരനും മാത്രം മണിയറയിലായിരിക്കുമ്പോൾ, വിവാഹത്തിന് മുൻപ് അവൾ ഒറ്റത്തടിയായിരിക്കുമ്പോൾ, അവളുടെ ജീവിതത്തിൽ അവളുടെ അധ്വാനം കൊണ്ട് തയ്യൽ പണിയാകാം, മറ്റ് ചെറിയ ചെറിയ പണികളാകാം, തൈര്, പാല് ഇതൊക്കെ വിറ്റുണ്ടാക്കിയതാകാം, ഇനി ചെമ്മരിയാടിനെ വിറ്റുണ്ടാക്കിയതാകാം, രോമക്കുപ്പായം നെയ്തുണ്ടാക്കിയതാകാം, എന്തു തന്നെ ആവട്ടെ, അതൊക്കെ വിറ്റ് അവളുടേതെന്ന് കരുതുന്ന ലാഭമായി കിട്ടുന്നത് അവളൊരു തുണിയുടെ നാടയിൽ ഇങ്ങനെ കെട്ടി അത് തലയിലെ വിരിയിൽ ഇങ്ങനെ കെട്ടിവെക്കും ചുറ്റില്. വിവാഹത്തിൻ്റെ ആദ്യ നാളിൽ അല്ലെങ്കിൽ മണിയറയിൽ തൻ്റെ മണവാളൻ്റെ മുമ്പിൽ അത് അഴിച്ചു വെച്ചിട്ട് എണ്ണുമ്പോൾ അവളുടെ കഴിവിനെയാണ്, അവളുടെ മിടുക്കിനെയാണ് അത് ദ്യോതിപ്പിക്കുന്നത്. അവളുടെ മിടുക്കാണത്. അത് 2 നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്, 10 എന്ന നമ്പറിലേക്ക് എത്തിയിരിക്കുകയാണ്. അവൾ അഴിച്ചു വെക്കുന്ന ഈ 10 എന്ന് പറയുന്ന നമ്പര് അവൾ അതുവരെ ചെയ്ത എല്ലാ കാര്യങ്ങളുടെയും ആകത്തുക, അവളുടെ മിടുക്ക്, അവളുടെ സാമർഥ്യം അങ്ങനെ ആയിരിക്കവേ ആ 10ാമത്തെ നാണയമാണ് നഷ്ടമായിരിക്കുന്നത്. അതുകൊണ്ടാണ് അവൾ അതിനുവേണ്ടി വളരെയധികം അധ്വാനിച്ച് തൂത്ത് ആ നാണയം 9 പോരെ എന്ന് വിചാരിക്കാം. പക്ഷെ അവളുടെ മിടുക്കിൻ്റെ കുറവുണ്ടാകുമെന്ന് ഭയന്ന് മണവാളൻ്റെ മുമ്പിൽ കുറവുണ്ടാകാതിരിക്കാൻ, ലജ്ജിതരാകാതിരിക്കാൻ അവൾ വീണ്ടും അടിച്ചുവാരി അത് കണ്ടെത്തുന്നു. കണ്ടു കിട്ടിക്കഴിഞ്ഞപ്പോൾ അവൾ ആഹ്ലാദിക്കുന്നു. നാണയവുമായി ബന്ധപ്പെട്ട് ഈ ശിഷ്യന്മാരുടെ കൂട്ടത്തിൽ ആരെയാണ് നമ്മൾ കാണുന്നത്? ആരെയാണ് കാണുന്നേ? യൂദാസിനെ അല്ലേ? യൂദാസ് 30 വെള്ളിക്കാശിന് തൻ്റെ ഗുരുവിനെ ഒറ്റുകൊടുക്കുകയും അതുവഴി താനെന്തോ വലിയ കാര്യം ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ട് രാവിൽ ഇരുളിൻ്റെ മറവിൽ നിന്ന് പന്തവെട്ടത്തിൽ അവൻ്റെ അടുക്കിലേക്ക് കടന്നു വന്ന് അവൻ്റെ കവിളിൽ ഒരു അർബുദ ചുംബനം കൊടുത്തിട്ട് പറഞ്ഞു, ഗുരോ സ്വസ്തി,
എന്ന് പറഞ്ഞ് അവൻ ഒറ്റുകൊടുക്കുമ്പോൾ, സ്നേഹിത, ഇങ്ങനെയാണോ നിന്റെ ഗുരുവിനെ നീ ഒറ്റുകൊടുക്കുന്നതെന്ന് ചോദ്യം പോലും അവനെ ശിഥിലീകരിക്കാതിരിക്കുമ്പോൾ അവന് ഒരു ഭാവഭേദവുമില്ലാതെ അവൻ അങ്ങനെ നിൽക്കുന്നു.